സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്തയിലേക്ക് നോക്കാം. പ്രധാന വാർത്തകൾ. ജപ്പാൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ചൈനയിലേക്ക്. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ചൈനീസ് റഷ്യൻ പ്രസിഡന്റുമാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച. സാമ്പത്തിക രംഗത്ത് അമേരിക്കൻ ഭീഷണി നേരിടാൻ ഇന്ത്യയും ചൈനയും ഒരുമിക്കുമെന്ന വ്യക്തമായ സൂചന നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജപ്പാൻ സന്ദർശനത്തിനിടെയാണ് ഏഷ്യയിലെ വൻ ശക്തികളായ ഇന്ത്യയും ചൈനയും ഒന്നിച്ചാൽ ലോക സാമ്പത്തിക ക്രമത്തിൽ സ്ഥിരത കൊണ്ടുവരാൻ കഴിയുമെന്ന് മോദി പറഞ്ഞത്. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടറാധികാർ യാത്രയുടെ ജില്ലാതല പര്യടനം ഇന്ന് അവസാനിക്കും. മറ്റന്നാൾ സമാപന റാലി. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്നും യാത്രയുടെ ഭാഗമാകും. കണ്ണൂർ കണ്ണപുരത്ത് വൻ സ്ഫോടനം. വാടക വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു മരണം സ്ഥിരീകരിച്ചു. ശരീരഭാഗങ്ങൾ ചിന്നിച്ചെതറിയ നിലയിൽ. പൊട്ടിത്തെറി ബോംബ് നിർമ്മാണത്തിനിടെയെന്ന് സൂചന. വീട് വാടകയ്ക്കെടുത്തത് അനൂപ് മാലിക് എന്നയാളെന്ന് വിവരം. വലിയ സ്ഫോടന ശബ്ദം കേട്ടെന്ന് കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി ന്യൂസ് 18നോട്. ഒരു അധ്യാപകൻ വാടകയ്ക്ക് കൊടുത്ത വീട്ടിലാണ് സ്ഫോടനമുണ്ടായത്. അവിടെ രാത്രിയിൽ ബൈക്കിൽ ആളുകൾ വന്നു പോകുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട്. തൊട്ടടുത്ത അയൽക്കാർക്ക് പോലും ആ വീട്ടിലെ താമസക്കാരെ അറിയില്ലെന്നും രതി. വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാവാനായിരുന്നു നിർദ്ദേശം. യുവതികളുടെ വെളിപ്പെടുത്തലിൽ മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച്. ആരോപണം ഉന്നയിച്ചവരെ നേരിൽ കാണും. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർ ജയകുമാറിന്റെ മൊഴിയെടുക്കാൻ പോലീസ്. ആശുപത്രി അധികൃതർ ഉടൻ ഡിഎംഒയ്ക്ക് റിപ്പോർട്ട് നൽകും. വകുപ്പുതല തുടർ നടപടികൾ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം. ഇടുക്കിയിൽ മകന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ സിപിഎം നേതാവ് മരിച്ചു. രാജകുമാരി കച്ചനപ്പാറ സ്വദേശി ആണ്ടവറാണ് മരിച്ചത്. മധുരയിൽ ചികിത്സയിൽ കഴിയവെയായിരുന്നു അന്ത്യം. പുന്നമടയെ തീപിടിപ്പിക്കാൻ ജലരാജാക്കന്മാരുടെ ആവേശപ്പോര്. 71ാമത് നെഹ്റു ട്രോഫി വള്ളം കളിയുന്ന മാറ്റുരയ്ക്കുന്നത് 71 വള്ളങ്ങൾ. സമഗ്ര കവറേജുമായി ടീം ന്യൂസ് 18. തിരുവനന്തപുരം കാര്യവട്ടത്ത് 18 കിലോ കഞ്ചാവുമായി ഒരാൾ അറസ്റ്റിൽ. പോത്തൻകോട് സ്വദേശി ശ്രീരാഗിനെയാണ് ഡാൻസപ്പ് സംഘം പിടികൂടിയത്. ആന്ധ്രയിൽ നിന്നാണ് കഞ്ചാവ് എത്തിച്ചത്. കോതമംഗലം കോട്ടപ്പടിയിൽ വീടിന് സമീപമെത്തിയ കൂറ്റൻ രാജവെമ്പാലയെ പിടികൂടി. കോട്ടപ്പടി മുട്ടത്തുപാറയിലാണ് വീടിന് സമീപം ആദ്യം രാജവെമ്പാലയെ കണ്ടത്. തുടർന്ന് സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് നീങ്ങിയ പാമ്പിനെ ഫോറസ്റ്റ് വാച്ചർ സണ്ണി വൈകിട്ടോടെ പിടികൂടുകയായിരുന്നു. വിശദമായി നോക്കാം. കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. പുലർച്ചെ 2 മണിയോടെ ഉണ്ടായ സ്ഫോടനത്തിൽ വീട് തകർന്നു. ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമെന്നാണ് സംശയിക്കുന്നത്. അനൂപ് മാലിക് എന്നയാൾ സ്ഥിരമായി ഇവിടെ വന്നു പോകാറുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച മൊഴി. പോലീസും ഫയർഫോഴ്സും സ്ഥലത്ത് പരിശോധന തുടരുന്നു. സുമേഷ് മൊറാഴ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. സുമേഷ്, ആദ്യം അറിയേണ്ടത് എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? എപ്പോഴാണ് ഈ വിവരം പുറം ലോകം അറിഞ്ഞത്? ഭവ്യ, ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു ഇത്തരമൊരു സ്ഫോടനം നടന്നത്. കണ്ണപുരം കേരളയിലായിരുന്നു ഇത്തരമൊരു ഉഗ്ര ശബ്ദത്തോടു കൂടിയുള്ള ഒരു സ്ഫോടനം നടന്നത്. ഈ സ്ഫോടനത്തിൽ ഇപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൃതശരീരം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2 മണിയോടെ ഉഗ്രശബ്ദത്തോടെ സ്ഫോടനം കേൾക്കുന്ന ശബ്ദം കേട്ടായിരുന്നു നാട്ടുകാർ ഈ കാര്യങ്ങൾ അറിയുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലായിരുന്നു വീട് പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയും ഉടൻ തന്നെ പോലീസും നാട്ടുകാരും ചേർന്ന് ഇതിന്റെ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു വരികയായിരുന്നു. അതിനിടയിലായിരുന്നു ഒരു ബോഡി, ഒരു മൃതശരീരം കണ്ടെത്തിയത്. ഇതിൽ കൂടുതൽ പേർ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അനൂപ് മാലിക് എന്ന ആളുടെ പേരിലാണ് ഈ വാടക വീട്. ഇത് വാടക വീടായിരുന്നു, ഒരു അധ്യാപകന്റെ വീടായിരുന്നു. ഇതൊരു വാടക കൊടുത്ത അനൂപ് മാലിക് എന്ന ഒരാളുടെ പേരിലായിരുന്നു വാടക കൊടുത്തിരുന്നത്. ഇദ്ദേഹം 2016 കണ്ണൂരിൽ നടന്ന ഒരു സ്ഫോടന കേസിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇവിടെ വന്നു പോകാറുണ്ട് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഏകദേശം ഒരു സൂചന ലഭിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബോംബ് നിർമ്മാണം ഇവിടെ നടക്കുന്നു എന്നാണ് ഇപ്പം പോലീസ് പറയുന്നത്.
നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഇത്തരമൊരു സംഭവം ഇതുവരെ ഉണ്ടായിരുന്നില്ല. സാധാരണ പകൽ സമയങ്ങളിൽ വീട് പൂട്ടി കാണാറുണ്ടെന്നാണ് തൊട്ട് അയൽവാസികൾ ഉൾപ്പെടെ പറയുന്നത്. ബൈക്കുകളിൽ ആളുകൾ എത്താറുണ്ട്. രാത്രി സമയങ്ങളിൽ സംസാരിക്കുന്ന ശബ്ദം കേൾക്കാം. എന്നാൽ ലൈറ്റ് ഉൾപ്പെടെ ഓഫ് ചെയ്തുകൊണ്ടുള്ള എന്തോ സംഭവം അവിടെ നടക്കുന്നു എന്നുള്ള കാര്യം അടുത്ത കാലത്തായിട്ട് നാട്ടുകാരുടെ ശ്രദ്ധയിൽ പതിഞ്ഞത്. അങ്ങനെ നാട്ടുകാരോട് ചോദിക്കുകയും ചെയ്തു. എന്നാൽ അത്തരം ആ രീതിയിലുള്ള സംശയമൊന്നും നാട്ടുകാർക്ക്. സുമേഷ്, ഈ വീട് നിൽക്കുന്നത് ഉൾപ്രദേശത്താണോ, ഒറ്റപ്പെട്ട സ്ഥലമാണോ? കീഴറ എന്ന് പറയുന്ന ഒരു നാട്ടുമ്പുറമാണ്. അവിടെ ഒരു അധികം വീടുകൾ ഇല്ലാത്ത ഒരു പ്രദേശമാണ്. തൊട്ടടുത്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 100-150 മീറ്റർ ദൂരെയുള്ള വീടുകളാണ്. ഏതായാലും ഈ വീട് നിൽക്കുന്നത് ഏകദേശം ഒരു ഒറ്റപ്പെട്ട നിലയിലുള്ള ഒരു വീട് എന്ന് പറയാം. ഏതായാലും ഇത്തരം സംവിധാനങ്ങളൊക്കെ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു വീടായിട്ട് നമുക്ക് ഇതിനൊക്കെ കാണേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ പോലീസ് ഇതിൽ കണ്ടെത്തിയ നിഗമനം എന്ന് പറയുന്നത് ഇവിടെ അനധികൃതമായി എന്തൊക്കെയോ നടക്കാൻ സാധ്യതയുള്ള ഒരു വീടാണ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ബോംബ് നിർമ്മാണം തന്നെയാണ് ഇവിടെ നടന്നു വരുന്നത് എന്നുള്ള ഏകദേശം ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ കണ്ണപുരം പോലീസും ഉള്ളത്. ഈ അനൂപ് മാലിക് എന്നയാൾ അവിടെ സ്ഥിരമായി വന്നു പോകുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ കൊല്ലപ്പെട്ടത് ആരാണ്, മരണപ്പെട്ടത് ആരാണ് എന്നുള്ളതിലേക്ക് എന്തെങ്കിലും ഒരു സൂചന പോലീസിന് ലഭിക്കുന്നുണ്ടോ സുമേഷ്? ഭവ്യ, അത്തരം കാര്യങ്ങൾ ഇപ്പൊ പോലീസ് അത്തരം ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഏതായാലും മൃതശരീരം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ മാറ്റിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം സിറ്റി പോലീസ് കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥിരീകരണം നൽകും. അദ്ദേഹത്തിന് നേതൃത്വമുള്ള സംഘം ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. അത് ഈ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാവും. ഭവ്യ, സുമേഷ്, ഇതൊരു അധ്യാപകന്റെ വീടാണ്. അദ്ദേഹം വാടകയ്ക്ക് നൽകിയതാണെന്ന് മനസ്സിലാക്കുന്നു. എത്ര നാളായി ഈ വീട് ഇപ്പോൾ ഈ അനൂപ് മാലിക് എന്നയാൾക്ക് അല്ലെങ്കിൽ അവിടെ സ്ഥിരമായി വരുന്ന അയാൾക്ക് വാടകയ്ക്ക് നൽകിയിട്ട്, അയാൾക്ക് തന്നെയാണോ ഇത് വാടകയ്ക്ക് നൽകിയത്? എത്ര നാളായി വീട് ഉപയോഗിക്കുന്നു? ഈ അധ്യാപകരിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ചോദിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ ഇതുവരെ? ഭവ്യ, ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു അധ്യാപകന്റെ പേരിലാണ് ഈ വീടുള്ളത്. ഇത് ഏകദേശം 1 വർഷത്തോളമായി വാടകയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഏതായാലും അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി ലഭ്യമാകും. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു തുടരുക. ഇപ്പോൾ ബിജുനി എം എൽ എ നമുക്കൊപ്പം ചേരുന്നു. എം എൽ എ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറം ലോകത്തേക്ക് എത്തിയത്. ഇതൊരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഈ വീടെന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ ഞങ്ങൾക്ക് നൽകുന്ന വിവരം. അങ്ങനെ തന്നെയായിരുന്നു. എം എൽ എ എപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്? അല്ല, ഞാൻ രാവിലെ 6 മണിക്കാണ് അവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ എന്നെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നത്. ഗൗരവതരമായ, കാരണം ഒറ്റപ്പെട്ട വീടെന്ന് പറഞ്ഞാൽ അങ്ങനെ വല്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശമല്ല ഇത്. കാരണം അതിന് ഈ സ്ഫോടനത്തെ തുടർന്ന് ഇതിന്റെ ചുറ്റുവട്ടത്തുള്ള വീടുകളുടെ വാതിലുകളും ജനലുകളും ഒക്കെ തകർന്നു പോയിട്ടുണ്ട്. അതായത് കുട്ടികൾ ഉൾപ്പെടെ ചില അവിടങ്ങളിൽ പോയി കളിക്കാറുണ്ട് എന്നൊക്കെയാണ് പ്രദേശവാസികൾ പറഞ്ഞത്. ഈ വാടക കൊടുത്ത വീടിനകത്ത് പലപ്പോഴായി ആളുകൾ രാത്രികൾ വന്നു പോകാറുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അത്യന്തം ഗൗരവതരമായ ചില ചർച്ചകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആധികാരികത പോലീസ് അന്വേഷിച്ച് പറയാതെ ഒരു ജനപ്രതിനിധി പറയുന്നതിലുള്ള പ്രയാസം കൊണ്ടാണ് ഞാൻ അതിന്റെ മറ്റു ഭാഗങ്ങൾ പറയാത്തത്. ചില ചർച്ചകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ. ചില സ്ഫോടനങ്ങളുമായി ബന്ധമുള്ള ആളുകൾ ഇതിനകത്തുണ്ട്. വാടകക്ക് കൊടുത്ത ആളുകളുമായി ബന്ധപ്പെട്ട അത്തരം ചില ആരോപണങ്ങളൊക്കെ ഈ സമീപവാസികളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അത്യന്തം ഗൗരവമായ, ഒരുപക്ഷെ ഇത് പുലർച്ചെ 1 മണിയോടുകൂടിയാണ്, 1 മണിക്ക് ശേഷമാണ് സംഭവം നടന്നത് എന്നാണ് എന്നോട് പ്രദേശവാസികൾ പറഞ്ഞത്. അതായത് ഇത് പകലെങ്ങാനുമായിരുന്നെങ്കിൽ മറ്റൊരു വലിയ അപകടത്തിലേക്ക് കടക്കുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം നാട് വിറങ്ങലിച്ചു പോയ, പ്രദേശത്തുള്ള വീടുകളുടെ വാതിലുകളും ജനകളും തകർന്നു പോയ, ഈ ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിച്ച കെട്ടിടം പൂർണ്ണമായും തകർന്നു പോയ, ഒരാളുടെ മരണം ഇപ്പോ മറ്റ് അന്വേഷണങ്ങളും സംശയങ്ങളും ഒക്കെ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്യന്തം ഗുരുതരമായ, പോലീസ് ഇവിടെയുണ്ട്, ഗൗരവതരമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മീറ്റിംഗിന് വേണ്ടി എറണാകുളത്ത് എത്തിയപ്പോഴാണ് ഞാൻ ഇക്കാര്യങ്ങൾ അറിയുന്നത്. അപ്പോ അവിടെ കാര്യങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്തു വരുന്നുണ്ട്. പോലീസുണ്ട്, ജില്ലാ പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഓഫീസേഴ്സ് ഉണ്ട്. അവിടെ നിന്ന് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. എം.എൽ.എ, ഒരു സ്ഥിരീകരണത്തിനാണ് അവിടെ ഈ ബോംബ് നിർമ്മാണത്തിനിടെ തന്നെയാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായതെന്ന് തന്നെയാണല്ലോ അല്ലേ പോലീസ് പറയുന്നത്?
അതെ, പ്രാഥമികമായി ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. കൂടുതൽ അന്വേഷണം വേണ്ടി വരും. കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് മറ്റു കാര്യങ്ങൾ പറയാൻ പറ്റുക. എന്തായാലും ഈ കീഴറ പോലുള്ള പ്രദേശം എന്നത് അത്രമാത്രം വളരെ ശാന്തമായ ഒരു പ്രദേശം. യഥാർത്ഥത്തിൽ കുറെ സാംസ്കാരിക പ്രവർത്തനങ്ങളും വായനശാലകളും ഒക്കെയുള്ള ഒരു പ്രദേശമാണ് ഇപ്പോ കീഴറ എന്ന ഈ ഭാഗം നിലവിൽ. പക്ഷെ അതിനിടയിലേക്ക് അങ്ങനെ ഒരു സംഘർഷങ്ങളോ കാര്യങ്ങളോ നടക്കാത്ത ഒരു മേഖലയിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടായി എന്നതും അതീവ ഗൗരവമായ ഒരു ഭാഗം കൂടിയാണ്. അപ്പൊ അത്തരം ഭാഗങ്ങളെ കൂടി ഇതിനകത്ത് അന്വേഷിക്കേണ്ടതുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. എന്തായാലും മരണപ്പെട്ട ആളെ സംബന്ധിച്ച് ഇപ്പോൾ വിവരമൊന്നും ലഭ്യമായിട്ടില്ലല്ലോ അല്ലേ MLA? ഇല്ല, ഇപ്പോ അത് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. അപ്പോ അതിനു മുന്നേ ചില ചർച്ചകളുണ്ട്. പക്ഷെ എങ്കിൽ പോലും അതിനു മുന്നേ ജനപ്രതി എന്ന രീതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്നതുകൊണ്ടാണ് ഞാനിപ്പോ മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കാത്തത്. ചില ചർച്ചകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുമായിട്ടുള്ള ചില ബന്ധങ്ങളും കാര്യങ്ങളും സംബന്ധിച്ചിടത്തോളം ചില ചർച്ചകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെയുള്ള ചില സംഭവങ്ങൾ ബന്ധമുണ്ടെന്നുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പോ അവിടെ ജനങ്ങൾക്കിടയിൽ നിന്ന് ചർച്ചയുണ്ട്. ഔദ്യോഗിക സ്വീകരണം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഗൗരവമായ ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് തന്നെയാണ്. സമഗ്രമായ അന്വേഷണം വേണം, കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയും വേണം. യെസ്, വളരെ നന്ദി ശ്രീ എം വിജയൻ MLA ഞങ്ങളോട് പ്രതികരിച്ചതിന്. കല്യാശ്ശേരി MLA ആണ്, അദ്ദേഹമാണ് പ്രതികരിച്ചത്. വീണ്ടും സുമേഷ് മൊറായിലേക്ക് പോവുകയാണ്. സുമേഷ്, MLA തന്നെ പറയുന്നു ഗൗരവമാണ്, വലിയ ഗൗരവമുള്ള വിഷയമാണ് ഇത്, നേരത്തെ നടന്ന പലതുമായി ഇതിന് ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, ഔദ്യോഗികമായുള്ള അറിയിപ്പ് ഉടൻ ഉണ്ടാകുമെന്ന് MLA പറയുന്നു. വിഷയം വലിയ തരത്തിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, ഇത് പലർക്കും ഇതിനുള്ള ബന്ധം പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് MLA പറയുന്നത്. എന്ന ആള് പേരിലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ഈ അനൂപ് മാലിക് ഈ 2016 ഇതുപോലെയുള്ള മറ്റൊരു കേസിൽ പ്രതിയായ അദ്ദേഹമാണ്. അപ്പോ ഈ അന്ന് 2016 കണ്ണൂർ പൊടിക്കുണ്ടിലായിരുന്നു ഇതുപോലെ സമാനമായ രീതിയിലുള്ള ഒരു സ്ഫോടനം നടന്നത്. അതിലും ഒരാൾ മരിച്ചിരുന്നു. ആ സമയത്ത് ഉണ്ടായ ഒരാൾ എന്ന് പറയുന്നത് അനൂപ് മാലിക് തന്നെയാണ്. ഈ അനൂപ് മാലിക് തന്നെയാണ് ഈ വീടും വാടക എടുത്തിട്ടുള്ളത് എന്നതാണ് ഇപ്പം പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഗുരുതരമായ സംഭവമായി നമ്മൾ കാണേണ്ടതായി വരും. എന്തിനാണ് ഇദ്ദേഹം ഇത്തരം ഒരു പ്രദേശത്ത് കേന്ദ്രീകരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പം പോലീസ് അന്വേഷണം നടത്തി വരുന്നത്. അതായത് ഇത്തരം ഈ കീഴറ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കീഴറ എന്ന് പറയുന്ന ഒരു പ്രദേശം സ്വാഭാവികമായും വീടുകൾ വളരെ അടുത്ത് ഇല്ലെങ്കിൽ പോലും ഇത്തരം ഇതിന് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു വീടായിട്ട് നമുക്ക് ഇതിനെ കാണേണ്ടതായിട്ട് വരും. അതായത് ഒരു കുന്നിന്റെ ചെരുവിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ആ ഭാഗത്തേക്ക് അധികം ആളുകളെ ശ്രദ്ധയിലേക്ക് വരാൻ സാധ്യതയില്ല. അത്തരം ഒരു സ്ഥലം തന്നെയാണ്, അത്തരം വീട് തന്നെയാണ് ഇദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നതും. അത് ഏകദേശം 1 വർഷത്തോളമായി ഇതിന്റെ ഈ രീതിയിലുള്ള ഈ വീട് ഇദ്ദേഹം വാടക എടുത്ത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും ഈ സ്ഫോടകം സ്വാഭാവികമായും ബോംബ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവിടെ നിർമ്മിച്ചു വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എന്തായാലും പൂർണ്ണമായും പോലീസിന് ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനൂപ് മാലിക്കാണ് ഇതിന്റെ നേതൃത്വം കൊടുത്തത്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കൃത്യമായി ഇതിന് ഒരു മുന്നൊരുക്കത്തോടുകൂടിയാണ് ഇദ്ദേഹം ഈ വീട് വാടക കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും കൂടുതൽ പേർ ഈ ഇതിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇവിടെ പരിശോധന നടത്തി വരികയാണ്. പോലീസിന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും ബോംബ് സ്ക്വാഡിന്റെ ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറാണ്. അദ്ദേഹം ഈ ആരാണ് മരിച്ചത് എന്നുള്ള കാര്യത്തിൽ അല്പസമയത്തിനുള്ളിൽ ഒരു സ്ഥിരീകരണം മാധ്യമങ്ങളോടായിട്ട് പറയും. ഏതായാലും ഇതിന്റെ മറ്റ് കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ അന്വേഷണം കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ ഇപ്പോൾ നടന്നു വരികയാണുള്ളത്. ഏതായാലും അനൂപ് മാലിക്കിന്റെ പേരിൽ ഇപ്പോൾ കണ്ണപുരം പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ശരി, സുമേഷ് മൊറായാണ് വിവരങ്ങൾ നൽകിയത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാനായിരുന്നു നിർദ്ദേശം. യുവതികളുടെ വെളിപ്പെടുത്തലിൽ മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നു. ആരോപണം ഉന്നയിച്ചവരെ ക്രൈംബ്രാഞ്ച് നേരിൽ കാണും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേർന്നു. ഡാൻ, ആദ്യം അറിയേണ്ടത്, ഇന്ന് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഹാജരാവാൻ ക്രൈംബ്രാഞ്ച് നിർദ്ദേശിച്ചു. പക്ഷേ അദ്ദേഹം ഹാജരാകുന്നില്ല. എന്താണ് കാരണം പറയുന്നത്? ഭവ്യ, കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നൊരു തുടർ നീക്കമുണ്ടായത്. അതായത് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന പ്രത്യേക സംഘം ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ പ്രതികളായ ആളുകളുടെ മൊബൈൽ ഫോണുകളടക്കം സ്മാർട്ട് ഫോണുകളടക്കം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അതിൽ 3-ാം പ്രതിയുടെ ഫോണിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പരാമർശിക്കുന്ന ഒരു ശബ്ദ സന്ദേശം ലഭിച്ചതോടെയാണ്
രാഹുൽ മാങ്കൂട്ടത്തിന് നേരിട്ട് ഇതിൽ ബന്ധമുണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു തീരുമാനം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അവിടെയാണ് ഇന്ന് ഈ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാനുള്ള നിർദ്ദേശം രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയത്. പക്ഷെ അത് നോട്ടീസായി നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചത് എന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ രണ്ടിലേതോ ഒരു കാരണമാണ് ഇന്ന് ചോദ്യം ചെയ്യലിൽ നിന്ന് രാഹുലിനെ പിൻവലിച്ചത് എന്ന ഒരു സൂചനകളാണ് ലഭിക്കുന്നത്. അഥവാ അങ്ങനെ രേഖാമൂലം അങ്ങനെ ഒരു വിവരം കൈമാറിയിട്ട് രാഹുൽ വരാതിരിക്കുന്നതാണ് എങ്കിൽ ക്രൈംബ്രാഞ്ച് അടുത്ത നടപടിയിലേക്ക് കിടക്കും. അതായത് ഒരിക്കൽ കൂടി സാവകാശം തേടും. അതല്ല എങ്കിൽ അന്വേഷണ സംഘം നേരിട്ട് രാഹുലിന്റെ വീട്ടിലെത്തി മൊഴിയെടുക്കാനുള്ള ഒരു നീക്കമായിരിക്കും നടത്തുക. കഴിഞ്ഞ ദിവസം രാഹുലിന്റെ സുഹൃത്തുക്കളിൽ നിന്നടക്കം അടുത്ത സുഹൃത്തുക്കളിൽ നിന്നടക്കം ഇതുമായി ബന്ധപ്പെട്ട ചില പരിശോധനകളൊക്കെ നടത്തി നമ്മുടെ വീടുകളിൽ പരിശോധന നടത്തുകയും സ്മാർട്ട് ഫോൺ പിടിച്ചെടുക്കുകയുമൊക്കെ ചെയ്ത നടപടികളുണ്ടായിരുന്നു. തുടർ നടപടികളുടെ ഭാഗമായി ഒരുപക്ഷെ ക്രൈംബ്രാഞ്ച് സംഘം രാഹുലിന്റെ പത്തനംതിട്ടയിലെ വസതിയിലെത്തിയായിരിക്കും അതിന്റെ തുടർ നടപടികൾ ഏകോപിപ്പിക്കുക. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഉയർന്നു വന്ന ആരോപണങ്ങൾ ഒരു വശത്ത് വലിയ തരത്തിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറുന്നതിനിടയിലാണ് മറുവശത്ത് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ട കുരുക്ക് വീണ്ടും മുറുകുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. തീർച്ചയായും അതേസമയം തന്നെ ഡാൻ, ഈ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് യുവതികളുടെ വെളിപ്പെടുത്തൽ അടക്കം മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നുള്ള വിവരം ലഭ്യമാകുന്നുണ്ട്. നമുക്ക് മുൻപിൽ അവന്തികയുണ്ട്, ഒപ്പം ഹണി ഭാസ്കരനുണ്ട്. അത് മാത്രമല്ല, ഈ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന് പറഞ്ഞുള്ള യുവതിയുമായി രാഹുൽ മാങ്കൂട്ടം നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ തെളിവുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെയുമായുള്ള വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഈ മൊഴിയിൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് തന്നെ ആണല്ലോ മനസ്സിലാക്കേണ്ടത്, അല്ലേ? അതായത് ഈ പരാതിയുമായി രംഗത്തെത്തിയവരെയും പരാതിയുമായി ഇനി രംഗത്തെത്താനുള്ളവരെയും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധമുള്ളവർ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നവരുടെ നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ അതീവ രഹസ്യമായിട്ടാണ് അവർ നടത്തുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയ 3 പേർ, റിനി അന്ന, അവന്തിക, അതോടൊപ്പം ഹണി ഭാസ്കർ, ഈ 3 പേരുടെ മൊഴി അവർ കൃത്യമായി രേഖപ്പെടുത്താനുള്ള സാവകാശം തേടും. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം പോലീസിന് അതല്ലാതെ ലഭിച്ചിരിക്കുന്ന ചില പരാതികളുണ്ട്. അത് ആരാണെന്നോ എവിടെയുള്ളവരാണോ എന്നുള്ള ഒരു സൂചനകളും അന്വേഷണ സംഘം തരുന്നില്ല. കാരണം അവരുടെ സ്വകാര്യതയെ കൃത്യമായി മാനിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. ഒരു കാരണവശാലും അവരുടെ പേര് വിവരങ്ങളോ മറ്റു വിശദാംശങ്ങളോ പുറത്തു പോകാൻ കഴിയില്ല നിലപാടിൽ അന്വേഷണ സംഘം ഉറച്ചു നിൽക്കുകയാണ്. അവരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ മൊഴി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും മറുവശത്ത് പുരോഗമിക്കും. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ 3 പേരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊഴിയെടുക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അവിടെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിരിക്കുന്ന മാധ്യമ വാർത്തകളിലൂടെ പുറത്തു വന്നിരിക്കുന്ന ഡിജിറ്റൽ രേഖകൾക്ക് പുറമെ അന്വേഷണ സംഘം നേരിട്ട് ഇവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുമ്പോൾ അവരുടെ കൈവശമുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറാനുള്ള നിർദ്ദേശം നൽകും. അതുകൂടി അവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഡിജിറ്റൽ എവിഡൻസ് ആയി മാറും. ഒരുപക്ഷെ കോടതിയിൽ ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായി രാഹുലിന് മാറാൻ സാധ്യതയുള്ളത് ഈ ഡിജിറ്റൽ തെളിവുകളായിരിക്കും. കാരണം മറ്റു മൊഴികളൊക്കെ ഏതെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രതിരോധം തീർക്കാനൊക്കെ കഴിയുമായിരിക്കും. പക്ഷേ ഈ ഡിജിറ്റൽ തെളിവുകൾ അങ്ങനെ തന്നെ നിലനിൽക്കും. ആ തെളിവുകൾ പരമാവധി ശേഖരിച്ചുകൊണ്ട് ഇതിൽ നിയമ കുരുക്ക് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ ബിനുകുമാറിന്റെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണവും മൊഴിയെടുക്കലും ഉൾപ്പെടെയുള്ള തുടർ നീക്കങ്ങൾ നടക്കുക. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. സാമ്പത്തിക രംഗത്ത് അമേരിക്കൻ ഭീഷണി നേരിടാൻ ഇന്ത്യയും ചൈനയും ഒരുമിക്കുമെന്ന് വ്യക്തമായ സൂചന നൽകി പ്രധാനമന്ത്രി. ജപ്പാൻ സന്ദർശനത്തിനിടെയാണ് ഏഷ്യയിലെ വൻ ശക്തികളായ ഇന്ത്യയും ചൈനയും ഒന്നിച്ചാൽ ലോക സാമ്പത്തിക ക്രമത്തിൽ സ്ഥിരത കൊണ്ടുവരാൻ കഴിയുമെന്ന് മോദി പറഞ്ഞത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ക്ഷണപ്രകാരം ഇന്ന് ചൈന സന്ദർശിക്കുകയാണ് മോദി. സന്ദർശന ലക്ഷ്യം സ്ഥിരതയുള്ള ഉഭയകക്ഷി ബന്ധമാണെന്നും ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനത്തിനിത് അനിവാര്യമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന മോദി റഷ്യൻ പ്രസിഡന്റ് പുടിനുമായും കൂടിക്കാഴ്ച നടത്തും. മൂവരും ഒരുമിച്ചുള്ള ചർച്ചകൾക്കും സാധ്യതയുണ്ട്.
എം.ജി. മിഥുൻ വിവരങ്ങളുമായി ചേർന്നു. മിഥുൻ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. നയതന്ത്ര രംഗത്ത്, സാമ്പത്തിക രംഗത്ത് വലിയ വമ്പൻ ശക്തികളായ ഇന്ത്യയും ചൈനയും ഒന്നിക്കുകയാണെങ്കിൽ അത് സാമ്പത്തിക ക്രമത്തിൽ തന്നെ വലിയ മാറ്റമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പറയുന്നു. അതിനുള്ള സൂചന തന്നെയല്ല അദ്ദേഹം നൽകുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ 2 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാനിലെത്തിയതിനിടയിലാണ് അവിടെ നടത്തിയ ചില അഭിമുഖത്തിലാണ് ഇത്തരത്തിലുള്ള പരാമർശം നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. നേരത്തെ തന്നെ നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ താരിഫ് നടപടിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളിലേക്കും ഒപ്പം തന്നെ നിരവധി രാജ്യങ്ങൾ ഒപ്പം ചേർത്തുകൊണ്ട് ബ്രിക്സ് രാജ്യങ്ങൾ കൂടുതൽ ശക്തി ആർജിക്കുന്നു എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നു. ഒപ്പം തന്നെ ചൈനയുമായി നമുക്കറിയാം തായ്വാൻ താഴ്വരയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട വളരെ അകൽച്ചയിലായിരുന്നു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം. പക്ഷേ സമീപകാലത്ത് ആ ബന്ധം കൂടുതൽ മെച്ചപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിമാന സർവീസുകൾ പൂർണ്ണതോതിൽ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും ഒക്കെ തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 4 മണിയോടുകൂടിയാണ് അദ്ദേഹം ചൈനയിലേക്ക് എത്തുക. ടിയാൻജിനിൽ അദ്ദേഹം വിമാനമിറങ്ങും. പ്രൗഢഗംഭീരമായ സ്വീകരണമായിരിക്കും അദ്ദേഹത്തിന് ഏർപ്പെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് മുന്നോടിയായി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ നമുക്ക് ചില സൂചനകൾ കൂടി നൽകുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ജപ്പാനിൽ ഇപ്പോൾ തുടരുന്ന അദ്ദേഹം പ്രധാനമന്ത്രി ഷിഹരു ഇഷിബ അദ്ദേഹത്തിന് ഉച്ചവിരുന്ന് നൽകും. ആ ഉച്ചവിരുന്നിൽ പങ്കെടുത്തതിന് ശേഷമായിരിക്കും അദ്ദേഹം ചൈനയിലേക്ക് മടങ്ങുക എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ സന്ദർശനത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ചൈനയിലേക്ക് എത്തുന്നുണ്ട്. 1-ാം തീയതി ഈ പുടിനുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഒപ്പം തന്നെ ഷീ ജിൻപിങ്ങുമായി ഇവർ മൂവരുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള വഴി തെളിയുന്നു എന്നടക്കമുള്ള ചില റിപ്പോർട്ടുകൾ കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. അതായത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് മോദി ഷീ ജിൻപിങ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ സുപ്രധാനമായിട്ടുള്ള ചില തീരുമാനങ്ങളിലേക്ക് ഇരു രാജ്യങ്ങളും എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പല തീരുമാനങ്ങളും ഈ ചർച്ചയിൽ നമ്മൾ പ്രതീക്ഷ വെക്കുന്നുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ US-ഉം ഇന്ത്യയും തമ്മിൽ കൂടുതൽ അകൽച്ചയിലേക്ക് പോകുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്ത് ഒപ്പം തന്നെ ഇന്ത്യക്ക് മേൽ കടുത്ത താരിഫ് ഏർപ്പെടുത്താൻ അമേരിക്ക തീരുമാനിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ബന്ധം US-ഉമായി ഇന്ത്യക്ക് വഷളാകുന്നതിനിടെ റഷ്യയുമായി കൂടുതൽ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. അതിലും സുപ്രധാന തീരുമാനങ്ങൾ ഈ ഇരു നേതാക്കളും തമ്മിൽ എടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതിലിപ്പോൾ ഒരു വ്യക്തത നേരത്തെ തന്നെ അവർ നൽകുകയും ചെയ്തതായിരുന്നു. പുടിൻ ഇന്ത്യ സന്ദർശിക്കും, അത് ഈ വർഷം തന്നെ ഉണ്ടാകും. പക്ഷേ തീയതി സംബന്ധിച്ച ഒരു വ്യക്തത ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഡിസംബർ മാസം ആദ്യ വാരത്തോടുകൂടി പുടിൻ ഇന്ത്യയിൽ സന്ദർശനം നടത്തുമെന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ജപ്പാനിൽ നടത്തിയ അവിടുത്തെ പ്രധാനമന്ത്രിയുമായും നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ തരത്തിൽ ചൈനയുമായുള്ള ബന്ധം അത് ഒരു തരത്തിലും ക്വാഡ് സഖ്യത്തെ ബാധിക്കില്ല. ക്വാഡ് സഖ്യത്തിലുള്ളത് ഓസ്ട്രേലിയയും ഒപ്പം തന്നെ ഇന്ത്യയും US-ഉം ജപ്പാനും ഈ 4 രാജ്യങ്ങളാണ് ക്വാഡ് കൂട്ടായ്മയിലുള്ളത്. ആ കൂട്ടായ്മ ഒരു തരത്തിലും ഈ ചൈനയുമായുള്ള ബന്ധത്തെ ബാധിക്കില്ല എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളും നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള ചില താരിഫ് നയങ്ങളാണ് ഇത്തരത്തിൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്ത് അത് ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല. അല്ലെങ്കിൽ അത് മറികടക്കാനുള്ള ചില രക്ഷാ പാക്കേജ് അടക്കം നടപ്പിലാക്കാൻ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതിന്റെ പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല എന്നുള്ള നിലപാട് കഴിഞ്ഞ ദിവസവും അല്ലെങ്കിൽ മുൻകാലങ്ങളിലും ഇന്ത്യ വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇക്കാര്യങ്ങളിൽ ഈ ട്രംപുമായി ഇഴഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ താരിഫുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശവും നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതും മറ്റൊരു ശ്രദ്ധേയമാണ്. എം.ജി. മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേൽ പിഴച്ചുങ്കമടക്കം വൻ തീരുവ ചുമത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടി. US പ്രസിഡന്റ് പ്രഖ്യാപിച്ച മിക്ക താരിഫുകളും നിയമവിരുദ്ധമാണെന്ന് US അപ്പീൽ കോടതി വിധി പ്രസ്താവിച്ചു. അടിയന്തര സാമ്പത്തിക നിയമം ഉപയോഗിച്ച് ഏകപക്ഷീയമായി തീരുവകൾ പ്രഖ്യാപിച്ച പ്രസിഡന്റ് അധികാര ദുർവിനിയോഗം നടത്തിയെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, ഇന്ത്യ അടക്കമുള്ള വിവിധ രാജ്യങ്ങൾക്ക് അധിക തീരുവ പ്രഖ്യാപിച്ചിരുന്നു. അതിനൊക്കെ ഒരു തിരിച്ചടി ലഭിച്ചു ട്രംപിന് എന്ന് കരുതാമോ?
ഭവ്യ, ഇപ്പോൾ അമേരിക്കയുടെ അപ്പീൽ കോടതിയാണ് ഇത്തരത്തിൽ ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന അധിക താരിഫ് അത് അനധികൃതമാണ്, നിയമപരമല്ല, അത് എത്രയും പെട്ടെന്ന് പിൻവലിക്കണമെന്നുള്ള ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്, ഉത്തരവിട്ടിരിക്കുന്നത് അമേരിക്കയുടെ അപ്പീൽ കോടതിയാണ്. എന്നാൽ ഈ അപ്പീൽ കോടതിക്കെതിരെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രത്യക്ഷമായി തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. കോടതി എടുത്തിരിക്കുന്നത് പക്ഷപാതപരമായ നിലപാട് എന്നാണ് അമേരിക്കയുടെ കോടതിക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്ന അധിക നികുതി എന്ന് പറയുന്നത് അമേരിക്കയെ സംരക്ഷിക്കുന്നതാണ്, അമേരിക്കയുടെ കർഷകരെയും അതുപോലെ അവിടുത്തെ അമേരിക്കൻ ഉൽപ്പന്നങ്ങളെയും എല്ലാം സംരക്ഷിക്കുന്ന, അമേരിക്കയെ കൂടുതൽ ശക്തരാക്കുന്ന, അമേരിക്കയുടെ സമ്പദ്ഘടനയെ ശക്തമാക്കുന്ന നിലപാടാണ് ഇപ്പോൾ അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത്. ഈ നിലപാടിനെ എതിർക്കുന്ന കോടതി പക്ഷപാതപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒരു തരത്തിലും ഇത്തരത്തിൽ ഇപ്പോൾ നിലവിലുള്ള താരിഫിൽ നിന്ന് പിന്നോട്ട് പോകാൻ തങ്ങൾ ഒരുക്കമല്ല എന്നുള്ള കൃത്യമായ നിലപാട് അമേരിക്കൻ കോടതിക്കെതിരെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നിലവിൽ അപ്പീൽ കോടതിയുടെ തീരുമാനമെന്ന് പറയുന്നത്, ഉത്തരവെന്ന് പറയുന്നത് ട്രംപിന് തിരിച്ചടിയാണ്. പക്ഷേ ഇത് ഇപ്പോഴത്തെ അപ്പീൽ കോടതിയുടെ നിലപാടിനെ അല്ലെങ്കിൽ ഉത്തരവിനെ സുപ്രീം കോടതിയിൽ നേരിടും എന്നുള്ള ശക്തമായ നിലപാടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്നത്. നിലവിൽ ഇന്ത്യ അടക്കമുള്ള പ്രധാന രാജ്യങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ശക്തമായ താരിഫാണ് ചുമത്തിയിരിക്കുന്നത്. അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഒരു തരത്തിലും ഒരുക്കമല്ല എന്നുള്ളൊരു നിലപാട് കൂടി ഇപ്പോഴത്തെ കോടതി വിധിക്ക് പിന്നാലെ ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നു. അതായത് നിയമപരമായി നിലനിൽക്കില്ല എന്നുള്ളൊരു കാര്യം പോലും അതിന് ശക്തമായി മുന്നോട്ട് വെച്ചുകൊണ്ട് അത് തുടർന്ന് പോകാൻ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ ഈ വിഷയത്തിൽ എന്ത് നടപടിയാണ് കോടതി സ്വീകരിക്കുക, അതിനനുസരിച്ചിരിക്കും ഈ ചുങ്കം മുന്നോട്ട് പോകുമോ ഇല്ലേ എന്നുള്ളത്. ശരി, നന്ദി. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ഓളപ്പോരിനൊരുക്കം. പുന്നമടയെ തീപിടിപ്പിക്കാൻ ജലരാജാക്കന്മാരുടെ ആവേശപ്പോര. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഇന്നാണ്. 71 വള്ളങ്ങൾ മാറ്റിരിക്കുന്ന ജലമാമാങ്കത്തിൽ 21 ചുണ്ടൻ വള്ളങ്ങളാണ് നെഹ്റു ട്രോഫിക്കായി പോരാടുക. ഇരട്ട ഹാട്രിക് കിരീടം ലക്ഷ്യമിട്ട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് എത്തുമ്പോൾ ജലോത്സവങ്ങളിലെ ചക്രവർത്തിയായ കാരിച്ചാൽ ബോട്ട് ക്ലബിന്റെ വരവ് സ്വന്തം ടീമുമായാണ്. അവിടെ ഞങ്ങളുടെ ടീമും റെഡിയാണ്. ശ്രീജ ശ്യാമുണ്ട്, എൽദോ പോൾ പുതുശ്ശേരിയുണ്ട്, ശരണ്യ സ്നേഹജനുണ്ട്, ഒപ്പം VV വിനോദുമുണ്ട്. എല്ലാ ടീമും അവിടെ സജ്ജമാണ്. ന്യൂസ് 18 മുഴുവൻ സമയവും ഈ വാർത്തയുമായി, വിശേഷവുമായി, കൈനകരിയുടെ പുന്നപ്പുരയുടെ ഒക്കെ വിശേഷമായി പ്രേക്ഷകരിലേക്ക് റെഡിയായിരിക്കുകയാണ്. ശ്രീജ, എൽദോ എന്തായാലും ഇന്ന് കരുത്തിന്റെ മടയാവാൻ തയ്യാറായിരിക്കുകയാണ്. അവിടെ എങ്ങനെയുണ്ട് ആവേശമൊക്കെ? ഇവിടെ പൊളിയല്ലേ, പൊളി എന്ന് പറഞ്ഞാൽ വൻ പൊളി. പക്ഷെ മഴയാണ് ഗൈസ്, നനഞ്ഞു കുളിച്ചു ഗൈസ്, വേറൊന്നും പറയാനില്ല. പക്ഷേ ഈ മഴ കൊണ്ടൊന്നും ഇവിടെ ആരുടെയും ആവേശം ഒരിത്തിരി പോലും കുറയില്ല. ഇന്ന് രാവിലെ തൊട്ട് ഭവ്യ ഇവിടെ ആരാ താരം എന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കുമ്പോ ഈ ഒരു ടീമാണ് ഇവിടുത്തെ താരം. രാവിലെ തൊട്ട് നിറഞ്ഞു നിൽക്കുകയാണ് പുന്നമടയിലെ ഓരോ ചുവന്ന സെറ്റ് മുണ്ടൊക്കെ എടുത്ത് മുല്ലപ്പൊക്കെ സുന്ദരിമാരായിട്ട് നമ്മുടെ ചേച്ചിമാരെടുക്കാം. പക്ഷെ സൂക്ഷിക്കണം, കയ്യിലൊരു പെരുത്ത വടിയുണ്ട്, അതുകൊണ്ട് അടുത്തെടുക്കാൻ പോകണ്ട. ഇതാ നമുക്ക് ആദ്യം ഇവരോട് ഇച്ചിരി വിശേഷങ്ങൾ ചോദിക്കാം. എവിടുന്നാ വരണേ? തലവടി ചുണ്ടൻ ഫാൻസ് ആണോ? അതെ അതെ. തലവടിയാണോ ഇത്തവണ കിരീടം എടുക്കാൻ പോണേ? ഞങ്ങളുടെ വള്ളം അവരുടെ സ്വന്തം, അവർ പിന്നെ വിട്ടുകൊടുക്കില്ലല്ലോ, ഞങ്ങളുടെ ആഗ്രഹം. ഓക്കെ, കിട്ടിയില്ലല്ലോ, ഹാപ്പി ഒക്കെയാണ്. അങ്ങനെ റെഡിയല്ലേ? റെഡി ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടും. ഞാൻ സൈഡിൽ കൂടെ ചോദിച്ചപ്പോഴേ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് അല്ലല്ലോ കിട്ടും ഞങ്ങളുടെ അഭിപ്രായം. സ്ഥിരമായിട്ട് വഞ്ചിപ്പാട്ടിനൊക്കെ പോകുന്ന ടീമാണോ? എന്നിട്ട് കുറെ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടോ? സമ്മാനം ഇതൊക്കെ എവിടെ വെക്കണ? ഷെൽഫ് എവിടെയാ? ഷെൽഫിലൊക്കെ ഇരിപ്പുണ്ട്. ആരുടെ വീട്ടിലിരിക്കുന്നത്? എന്റെ വീട്ടിൽ. ചേച്ചിയാണോ ക്യാപ്റ്റൻ? ആരാ ക്യാപ്റ്റൻ? ക്യാപ്റ്റന്റെ പേര് ഡെയ്സി. ഓക്കെ, നിങ്ങൾ എല്ലാരെയും ഒന്ന് ടീം അംഗങ്ങളെ പെട്ടെന്ന് പരിചയപ്പെടുത്തരാമോ? എന്റെ പേര് ലീലാമ്മ ഗോപി. കുഞ്ഞുമോൾ എന്തൊരു ചിരിയാണ്. ആനി പ്രതീഷ് ഗൗരവക്കാരിയാണല്ലോ. ഗിരിജ സെബാസ്റ്റ്യൻ. ഈ ചേച്ചിയാണ് ഇച്ചിരി വലിയ വടിയായിട്ട് നിൽക്കുന്നു പറഞ്ഞു, മാറിയിക്കാൻ പറഞ്ഞു. ഗിരിജ സെബാസ്റ്റ്യൻ. ഓക്കെ. എന്റെ പേര് രാജമ്മ തമ്പി. ഓക്കെ. തിരുവല്ലന്നാണോ? പൊളിച്ച്. എന്റെ പേര് ബിന്ദു ഗോപി. ഓക്കെ. ഈ കൂട്ടത്തിലെ തീപ്പൊരി ഇതാണ്. ആണോ? ഏറ്റവും ചെറുതാണ് ഞാൻ. ആണോ? പക്ഷെ ഈ ഏറ്റവും
ചെറുതുങ്ങളാ എല്ലാം ഭരിക്കുന്നത്. ഇത് തീപ്പതിയാണെങ്കിൽ ഞാൻ ഏറ്റവും നാണം കൂടി കാണിച്ചു തരാം. നാണം വന്ന് പക്ഷേ ഉണ്ടല്ലോ ഈ നാണം കൊടുക്കൊന്നും ഇല്ല. ഞാൻ ഇന്നലെ ഇവരെ ഒരു വഞ്ചിപ്പാട്ട് പഠിപ്പിക്കാൻ നോക്കി. പോരാ, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പാടുന്നുണ്ടല്ലേ? നമ്മളെത്ര പറ്റില്ല. അല്ല, ഞാൻ നിന്നെ പഠിപ്പിക്കാൻ നോക്കി. അങ്ങനെ ഞാൻ ഇവരെ പറ്റി പറയാം. അപ്പൊ നമുക്ക് ഒരു പുതിയ പാട്ട് ഇവരുടെ പഠിക്കാം. ഓക്കെ, സ്റ്റാർട്ട്. തുടങ്ങാം. തകർക്കുമല്ലേ? ശരി. പാട്ട് കണ്ട അതെ ചോദിക്കട്ടെ. ഈ പിന്നെ എല്ലാരും ആഞ്ഞു തുഴയുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ മത്സരിക്കാൻ പറ്റായിരുന്നാ? വെള്ളത്തിലിറങ്ങി മത്സരിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് ആണോ? ആരൊക്കെ? ഒന്നാ തീപ്പരി ഉണ്ട്. തീപ്പരി പിന്നെ ചേച്ചി മൂന്നാമത്തെ അല്ല പൊളിച്ച്. എപ്പോഴാ മത്സരം? എപ്പോഴാ ഹീറ്റ്സ്? എപ്പോഴാ ഹീറ്റ്സ് ആയിട്ട് ഉണ്ടാവില്ലല്ലോ? ഉണ്ടോ? ഈ ബാക്കിയുള്ള ഇവരെയൊക്കെ എപ്പോഴും കാണും, പക്ഷെ നിങ്ങൾ ആ സമയത്ത് മാത്രമേ ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവിടെ വെള്ളത്തിൽ തന്നെ ജീവിക്കുന്നവരാണ്. എടുത്തങ്ങ് തുഴയ, പിന്നല്ല ഒന്നും വേണ്ട. എന്തിന്? പറഞ്ഞോ. ഒന്നാം തുടക്കാൻ എന്റെ ഹസ്ബൻഡ്. പിന്നെ വീട്ടുകാരെ മൊത്തം തുഴച്ചിലാണല്ലോ. മക്കളെ
അപ്പൊ ഓക്കെ, അപ്പൊ എന്തായാലും ഇതില് അത് അമൃത കറങ്ങിത്തിരിഞ്ഞെത്തി. അപ്പൊ നമ്മളെ ഈ പറഞ്ഞ പോലെ ഈ അസാധ്യ ടീമുകളാണ് ഇവിടെ മൊത്തത്തില്. പാട്ടിലാണെങ്കിലും താളത്തിലാണെങ്കിലും ഇനി തുഴച്ചിലാണെങ്കിലും ഈ കയ്യൂക്കിലാണെങ്കിലും. പെണ്ണുങ്ങളെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, നമ്മൾ വിചാരിക്കണ കേരളത്തിലില്ല ഇതുപോലെ വീറും വാശിയും കൈക്കരുത്തുള്ള പെണ്ണുങ്ങൾ. അത് വേറൊന്നുമല്ല, ഈ പുള്ളിക്കാരിനെ കെട്ടിച്ചോണ്ടെങ്കിൽ ഇവിടെ അതുകൊണ്ടാണ്, വേറൊന്നുമില്ല. ചമ്പക്കുളത്ത എനിക്കുള്ള കൈയടി ഉണ്ടോ? അങ്ങനെ ഇവരുടെ കൈക്കരുത്തും തുഴക്കരുത്തും ഈ വായ്ത്താരിയുടെ കരുത്തും ഒക്കെ കൊണ്ടാണ് സത്യത്തിൽ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇവിടുത്തെ ആണുങ്ങളൊക്കെ ഇത്ര ശക്തിയോടെ ഇറങ്ങി തുഴയുന്നത്. മനസ്സിലായോ ചേച്ചി? പറയണ്ടല്ലോ, പൊളിക്കും കണ്ടത്തിപ്പാട്ട്. പിന്നെ താമസിക്കണം ചോദിച്ചാ പോരെ. ഓക്കെ, തുടങ്ങാം. നീ നിന്റെ പാട്ടൊന്നു പാടേണ്ട തിരുവേ പാടത്തിൻ ജാലിറമ്പിൽ പണി ചെയ്യും തിരുവേ നീ നിന്റെ പാട്ടൊന്നു പാടേണ്ട തിരുവേ ഏതെന്തോ പാടാനാ കൊച്ചമ്പറം പറയുന്നത് ഞാനൊന്നു മൂത്തോട്ടെ എല്ലാം പാടാമേ ഞാനൊന്നു മൂത്തോ പാടാനാ കൊച്ചമ്പറം പറയുന്നത് ഞാനൊന്നു മൂത്തോട്ടെ എല്ലാം പാടാമേ കോളേജിൽ പോയില്ലെങ്കിൽ പാസാകുന്നതാരാടി കോളേജിൽ പോയില്ലെങ്കിൽ പട്ടാത്തിൽ പാസാകുന്നതാരാടി തിരുവേ വല്യമ്പ്രം വരണുണ്ട് കൊച്ചമ്പ്രം മേലെ വാരം വേറി വല്യമ്പ്രം വരണുണ്ട് കൊച്ചമ്പ്രം വെല്ലം ചെയ്യട്ടെ ദൈവത്തിനെന്തിനെന്തോ തിന്തിനോ തിന്നാരേ തീയാതിനെന്തിനെന്തോ തിന്തിനോ തിന്നാരേ ദൈവത്തിനെന്തിനെന്തോ തിന്തിനോ തിന്നാരേ. എന്താന്നറിയോ, അതല്ല മെയിൻ വരിയൊന്നല്ല, അതെ കൊച്ചമ്പ്രം പൊക്കോ വില്ലമ്പ്രം മാത്രമല്ല, ഒരു റിയാലിറ്റി കൂടെ അതിൽ പറയണ്ടേ, കോളേജിൽ പോയില്ലെങ്കിൽ ജയിക്കില്ല. ഇത് ആരാ എഴുതി? കണ്ടത്തിലൊക്കെ പാടുമ്പോ ഞങ്ങളുടെ ഭാവനയിൽ കൂടിയൊക്കെ ഞങ്ങള് പാടിയതാ. ആണോ? കൊച്ചുമ്മ വിനയം അല്ല സത്യം. ഇനി ഇതുപോലത്തെ ഐറ്റം ഉണ്ടാക്കിയതാ. അല്ല, ഇതില്ലെങ്കിൽ എവിടെന്ന് ഈ മറ്റേ ഫസ്റ്റ് ക്ലാസ് പാസ്സാവില്ലൊക്കെ വരുന്നേ. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതുപോലത്തെ ഐറ്റം വേറെ ഉണ്ടോ? യെസ്, വേറെ ഐറ്റം ഉണ്ടോ? ഒരെണ്ണം കൂടെ ഇച്ചിരി. അന്നൊരു പണിയാ, ഒരു മിനിറ്റ് ആലോചിക്ക്, നമുക്ക് അപ്ലൈക്ക് നമുക്ക് ഒരു വൈബ് പിടിച്ചു തരാം. വേറൊന്നുമില്ല, ചേച്ചിമാരൊന്ന് ആലോചിക്ക്, ഞങ്ങളുടെ സുന്ദരികളൊന്ന് പാട്ട് ആലോചിക്കട്ടെ, അടുത്ത നമ്പറുമായിട്ട് വരും. അതിന് മുമ്പ് അതെ 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 നമുക്ക് ബോട്ട്, ഈ ബോട്ടും വള്ളവും ഒരു ഗംഭീര വൈബാണ്. പിന്നല്ലേ വിനോദേട്ടൻ ആ ബോട്ട് എടുത്ത് പറയട്ടെ, രാവിലെ അങ്ങോട്ട് പറഞ്ഞു വിടുമ്പോ എന്റെ മനസ്സ് നിറയെ ആദ്യമായിരുന്നു ആ ബോട്ടെങ്ങാനും എടുത്ത് ഓടിച്ചത് എവിടം വരെ കൊണ്ട് എത്തിക്കുമെന്ന് അറിഞ്ഞൂടാ. വിനോദ് കൈനഗരി പോയ വിനോദ് തിരിച്ചെത്തുന്നു എന്നാണ് ഞങ്ങളുടെ വിവരം. എന്താ സംഭവിക്കണമെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമ്മള് ആലപ്പുഴ വരുമ്പോഴത്തേക്കും ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഇങ്ങനെ ബോട്ട് ഓടിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിന് ബ്രേക്ക് ഇല്ല. ശ്രീനിവാസൻ പറയുന്നത് ബ്രേക്ക് എവിടെ വലിയ ഏതെങ്കിലും ഹൗസ് ബോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ഇല്ല. നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇത് ഇങ്ങനെ ഓടിക്കേണ്ടത്. ഇത് മീനമ്പള്ളി കായലാണ്, അതുവഴിയാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ആ കുട്ടനാടിന്റെ സൗന്ദര്യം മുഴുവൻ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ രാജചേട്ടനുണ്ട്, പിന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ആള് രാജചേട്ടനോ എങ്ങനെയുണ്ട്? ഇങ്ങനെ പോയാൽ മതിയുണ്ടോ? ആ മതി. ആ എങ്ങനെയുണ്ട്? അത് നമ്മൾ കാറൊക്കെ ഓടിക്കുമ്പോൾ തന്നെ കേട്ടോ. എങ്ങനെ എടുത്തോട്ടാണോ? ആ എടുത്തോ.
അത് നമ്മൾ കാറൊക്കെ ഓടിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര രസമാണ്. ചേട്ടാ ഇടത്തോട്ടാണോ? അപ്പൊ ഇടത്തോട്ട് തിരിക്കട്ടെ? അങ്ങനെ പോവാം. ആ ബ്രേക്കില്ല, വേറെ എല്ലാം ഓക്കെയാണ്. ഇതൊക്കെയാണ് ഇതിന്റെ സ്പീഡൊക്കെ നിയന്ത്രിക്കുന്ന സംഗതിയിലാണ്. എന്ത് മനോഹരമായ ഒരു കാഴ്ചയാണ്. ചേട്ടാ ഈ 6 ബ്ലോക്കൊക്കെ എവിടെ വരുന്നത്? അങ്ങോട്ട് പോകണല്ലേ? ഓ അത് ശരി ശരി. ഇതാണല്ലേ? ആ നമ്മള് അത് കാണുമ്പോ ആ വിഷ്വല് അവിടെ ആ വിഷ്വല് കണ്ടില്ലേ ചേട്ടാ? നമുക്ക് ഇങ്ങനെ തന്നെയാണോ പോകേണ്ടത്? വഴിയിൽ തന്നെയാണ്. അങ്ങോട്ട് തിരിക്കണോ? അങ്ങോട്ട് തിരിക്കണോ? ഓടിക്കട്ടെ, തിരിക്കട്ടെ. ആണല്ലേ? വേറെ ആരെങ്കിലും ബോട്ട് വരികയാണെങ്കിൽ ചേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോ. ബ്രേക്കില്ലാത്തത് ഇത് നമ്മളിങ്ങനെ കുട്ടനാടിന്റെ ഒരു സൗന്ദര്യം, പിന്നവിടെ എല്ലാ ഒരു മനോഹാരിത. നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും ബോട്ടൊക്കെ ഓടിക്കണം. നമ്മൾ വെറുതെ ഇങ്ങനെ റോഡിൽ കൂടെ മാത്രം റൈറ്റില്ലേ? ആ റോഡിൽ കൂടെ മാത്രം ഓടിച്ചാൽ പോരാ. നമ്മളിങ്ങനെ വെള്ളത്തിൽ കൂടെ ഓടിക്കണം. എന്താ അതിന്റെ ഒരു ചേട്ടാ സ്പീഡ് മതിയാവൂല്ലേ? സ്പീഡ് മതിയല്ലോ. ആ ഇത് മതി. എന്നാ വേണ്ട, ഇങ്ങനെ പോയാൽ മതിയല്ലോ അല്ലേ? ഓ പറടെ എങ്ങനെയുണ്ട് പറടെ? നമ്മള് കാർ ഓടിക്കുമ്പോഴാണ് എന്താ തോന്നുന്നത്? ഭയങ്കര രസമാണ്. ഈ കാലാവസ്ഥ നല്ല കാലാവസ്ഥ. ഇങ്ങനെ മഴ പെയ്യുന്നുമില്ല, എന്നാലിങ്ങനെ ആ ഒരു മഴ പൂരാട്ടത്തുണ്ട്. ആ കാർമേഘമൊക്കെ ഇങ്ങനെ ഇരുണ്ട് നിൽക്കുക. അവിടെ മതിലാണോ ഇത്രയും? അവിടെ മതിലോ അങ്ങോട്ടാ പോകുന്നുണ്ട്. ചേട്ടാ തിരിക്കട്ടെ? ഹൗസ് ബോട്ടിന്റെ അങ്ങോട്ടാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സ്പീഡ് കൂടിയ പ്രശ്നമാണ്. സ്പീഡ് കൂടിയല്ല, ബ്രേക്കില്ലാത്ത വണ്ടിയാണ്. നമ്മൾ വിചാരിക്കും പോലെ ഒന്നുമില്ല. എന്തായാലും നമ്മൾ എന്ന് പറയുക എന്നുള്ളതല്ലേ? ആഴ്ച തകർക്കുവോ? കാഴ്ചയല്ലേ? അതായത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നമ്മളിങ്ങനെ മഴ ഓട്ടോടിച്ച് ശ്രീജിയും ചെറുമിയും ചെയ്തൊക്കെ അവിടെ തീർച്ചയായിട്ടും അപ്പൊ തിരിച്ചെത്തി. യെസ്, ഭദ്രമായി തിരിച്ചെത്തി. വള്ളം എടുത്തിട്ടേ മറ്റേ സാധാരണ ഓഫീസിലേക്ക് വരുന്നത് പോലെ ബൈക്കാണെന്ന് കരുതി വല്ലതും ഓടിക്കുമെന്നൊരു പേടിയുണ്ടായിരുന്നു. വലിയ പരിക്കില്ലാതെ തിരിച്ചെത്തിയ കാരണം സമാധാനത്തോടെ നമുക്ക് അടുത്ത ഇവരുടെ അടുത്തേക്കൊക്കെ പോയത്. രാവിലെ കറങ്ങി കറങ്ങി ആ ഭാഗത്തേക്കൊക്കെ പോയത്. സുന്ദരിയേ വാ വാ, സുന്ദരനെ വാ. അവനങ്ങ് സുഖിച്ചു. യെസ്, അപ്പൊ ഇനി അടുത്ത പാട്ട് ഏതാ നമ്മള്? ഗ്രാമീണ ഭംഗീതൻ പൂവാണി പച്ചില ഫോർമുല പച്ചയിലങ്ങ ഗ്രാമീണ ഭംഗീതൻ പൂവാണി പച്ചില ഫോർമുല പച്ചയിലങ്ങ
യാദീനും ദോദീനും ദീനും ദാരിലേ ദൈവദീനും ദീനും ദാരാ ദീനും ദാരാ ദീനും ദീനും ദാരാ തൊഴിലൊന്നിൽ മകാസാലെ ആഞ്ചല ദേവത പോലെ പൊമ്രാണി കാണുന്ന വച്ചത്തൂരത്തിന്റെ കൺമണിയാണ് അവൾ റാണി എങ്ങോട്ട് പോകാനോ നണവും തോണിയും ആ വഴി പോകുകിൽ ഈ ഇടി അടിപൊളിയാണ്. ഈ ഇടി ഇത്രയും നേരം ഇടിക്കും പറഞ്ഞു എത്ര പറ നെല്ല് കുത്തായിരുന്നു അല്ലേ? അതെ, ഈ പാട്ട് പാടില്ല. ആദ്യമൊക്കെ ഇങ്ങനെ കായല് പ്രക്ഷുബ്ധാക്കാൻ ഭയങ്കര ഗൗരവത്തിൽ വരിക. ലാസ്റ്റ് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് നാണമുണ്ട്. ഈ സുന്ദരൻ ഞാൻ എടുത്തോട്ടെ, മറ്റേ സുരേഷ് ഗോപി ഞാനിങ്ങ് എടുക്കുക. ഭയങ്കര സന്തോഷം. നിങ്ങളുടെയൊക്കെ ഞങ്ങളങ്ങ് തരും. ഞങ്ങളും ഇതിനെ എടുത്തോളൂ. നമുക്ക് വാ. അങ്ങനെ എത്രയും സന്തോഷമായി. എനിക്ക് ആർപ്പ് വിളിക്കും. ഞാൻ ആർപ്പ് വിളിച്ച കൊണ്ട് വിളിക്കാം. ആരെ കൂടെ വിളിക്കാൻ നോക്കാം. ആർപ്പോ ഇപ്പൊ ഞാൻ കല്യാണരാമനായത്. അവനെ ഒന്ന് പിടിച്ചാൽ ശ്വാസം കിട്ടാതെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. വളരെ 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 സന്തോഷകരമായി ഈ നന്ദി കുളിച്ചത് മഴയും വേറെ സന്തോഷമാരുടെ ഒരു മികച്ച പെർഫോമൻസ് ആണ് കണ്ടത്. ഇതിൽ 3 പേര് ഇവർ ആക്ച്വലി ഞങ്ങൾ ഹാൻഡിൽ ചെയ്യരുത്. സാധാരണ നമ്മൾ ഗസ്റ്റുകൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യണം. ഞങ്ങൾ ഒരു പാട്ടുകൂടെ പാടുന്നതാണ്. ഓക്കെ, അടിപൊളിയായി. ഇത്രയും സന്തോഷം ഞാൻ കുറെ കൊല്ലായി വള്ളങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇവരെ ഒന്നും ഇതുവരെ കണ്ടില്ല. തലവടിയിലെ സുന്ദരിമാർ എന്ന് ഇന്നോട്ട് ഇവർ അറിയപ്പെടും. തലവടിയിലെ സുന്ദരിമാർ അടുത്ത വർഷം കാണാൻ കേട്ടോ. കറുപ്പ് എന്ന് പറഞ്ഞാൽ ട്രേഡ് മാർക്ക് കളറാണ്. സൂപ്പറാണ്. അത്ര മതി. അടിപൊളി. യെസ്. അപ്പൊ ആഘോഷം തുടരുകയാണ്. ആഘോഷം ഇങ്ങനെ തുടരും. നമ്മൾ പാട്ടുപാടി തുടരട്ടെ. നിങ്ങൾ അവിടെ തുടരുന്ന വാർത്തകളുമായി ടാറ്റാ ബൈ ബൈ.
പെണ്ണേ നീ വരുന്നോടി